ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ എൻ്റെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം ഉണ്ട് കേട്ടോ. അങ്ങനെ പച്ചക്കറി തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് പച്ചക്കറികളൊന്നും നട്ടിട്ടില്ല. അപ്പോൾ ഉള്ളത് കുറച്ച് കൊമ്പൻമുളക് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നല്ലോണം കായൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കുറേ കറിക്കൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുറേ ഉണ്ടായിരുന്നേ. പിന്നെ ഒരു മഞ്ഞ മുളക്, അതിന് ഒരുപാട് എരിവൊന്നും ഇല്ലാതെ നമുക്ക് അത് ഇട്ട് കറിയൊക്കെ വെച്ചാൽ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റും. കാരണം ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു മുളക് കേട്ടോ. അത് ഒരു മഞ്ഞ കളറ്. പിന്നെ അത് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് ഒരുപാട് എരിവൊന്നും ഇല്ലാതെ കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് കൂട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങളുടെ പൂന്തോട്ടമാണ് കേട്ടോ ഇത്. കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ, അങ്ങനെ റോസാപ്പൂവും പിന്നെ 10 മണിപ്പൂവും അങ്ങനെ കുറച്ച് ബന്ദിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. ബന്ദിത്തോട്ടം എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ മഴയൊക്കെ പെയ്ത് ചീഞ്ഞും അങ്ങനെയൊക്കെ പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പാഷൻ ഫ്രൂട്ടൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മളൊരു വലയൊന്നും ആക്കി കൊടുത്തിരുന്നില്ല. അതിനൊരു ചെറിയൊരു ഇതൊക്കെ ഒരു വേലി പോലെയൊക്കെ ആക്കി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കായൊക്കെ ഉണ്ടായേനെ. അതിനെ നമ്മളത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഇതൊരു കാട്ടുപാവലാണ് കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഒരു പക്ഷേ പക്ഷികളെങ്ങാനും കൊണ്ടിട്ടത് അങ്ങനെ ആയിരിക്കാം. കായ എങ്ങനെയോ അയക്കാം. ഏതായാലും ഒരു കാട്ടുപാവൽ ഇവിടെ ഉഷാറായി കയറി വരുന്നുണ്ട്. അതിൽ കുറേ കായൊക്കെ ഉണ്ടായി കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യം തോരൻ വെക്കുകയൊക്കെ ചെയ്തേ. ഒരുപാട് കയ്പൊന്നും ഇല്ലാത്ത നല്ല പാവയ്ക്ക കൂട്ടാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റേ നീളമായിട്ടുള്ള പാവയ്ക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും. പിള്ളേരൊന്നും കൂട്ടത്തില്ല. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ ചെറിയ ചെറിയ കായ്കൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയിലൊന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. നമ്മളിൽ പലരുടെയും വീടുകളിലുണ്ടാവും ചിലപ്പോൾ ഇതേ. നല്ല കാട്ടിൽ മാത്രമല്ലല്ലോ, നാട്ടിലും ഉണ്ടാവുന്ന കാട്ടുപാവയ്ക്ക കണ്ടോ. നല്ലതാട്ടോ. ഇതിനെ നമുക്ക് അരിഞ്ഞ് കറിയൊക്കെ വെക്കാനൊക്കെ തോരനൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാട്ടോ. പിന്നെ ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ചിലത് ചീഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചീഞ്ഞു പോയി അതൊക്കെ, ചിലത് ഞാൻ കാണാതെ പോയതൊക്കെയാണ്. പിന്നെ ഞങ്ങളുടെ ബന്ദിപ്പൂവാണ് കേട്ടോ. അത് നല്ല മഴയൊക്കെ പെയ്തിട്ട് വല്ലാതെ അങ്ങ് പൊഴിഞ്ഞൊക്കെ പോയി കേട്ടോ. ചീഞ്ഞൊക്കെ പോയി. പിന്നെ ഇപ്പോഴൊക്കെ ഒരുമാതിരി ഉണ്ട്. എന്നാലും ഒരു ചെടിത്തോട്ടമായിട്ട് കാണുമ്പോൾ ഒരു രസമല്ല. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നല്ല ഒരു പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. മനസ്സിന് തന്നെ ഒരു സുഖമാണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് പാവലിന് പിന്നെ വേലി അങ്ങനെ ആക്കിയൊന്നും കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പന്തലാക്കി കൊടുത്താലും നന്നായിട്ട് കായ ഉണ്ടാവും. പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അവിടെ ഒരു ചെടിയുണ്ട്, അതിൻ്റെ പുറത്താണ് ഇത് ഇങ്ങനെ കയറി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയതാണ് കേട്ടോ ഈ മുളകുകൾ.